ഒഡീഷ എഫ്സിനെ 2-1 എന്ന സ്കോറിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഹോമിലെ 2ാം വിജയം കണ്ടിരിക്കുന്നു. സോ ഇന്നലത്തെ ഒരു ദിവസത്തെ പറ്റിയിട്ട് സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. മാച്ച് ഡേ എക്സ്പീരിയൻസ് സംസാരിക്കാൻ ഒത്തിരി ഉണ്ട്. സോ അത് നമുക്ക് ഈ വീഡിയോയിൽ എന്തായാലും മാച്ചിനെ പറ്റിയിട്ട് മാത്രം നമുക്ക് സംസാരിക്കാം. പിന്നെ കളിയെ പറ്റിയിട്ട് നമ്മളുടെ ഒരു അനലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 3 മത്സരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ പെർഫോമൻസ് കുറച്ച് താഴെയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒന്നാമത്തെ കേസ്, അതിന്റെ കാരണം എന്ന് പറയുന്നത് ആഷ്ലി വെസ്റ്റ്വുഡ് ഇന്നലെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. ആള് സസ്പെൻഷൻ ആയിട്ട് ഇന്നലെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ അതൊക്കെ ആയിരിക്കാം. പക്ഷേ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 3 മത്സരങ്ങൾ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്തത് എന്നുള്ളത്. പക്ഷെ ആ ഒരു പെർഫോമൻസ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ കളി ജയിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു സന്തോഷം. ഇപ്പോ ഓരോ പ്ലേയേഴ്സിന്റെ കേസും അല്ലെങ്കിൽ കളിയുടെ കേസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 20 മിനിറ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ തന്നെയായിരുന്നു കളി. കഴിഞ്ഞ 3 മത്സരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണോ കളിച്ചത് അതേ രീതിയിൽ തന്നെ ആ ഒരു ലെവലിൽ തന്നെയാണ് 20 മിനിറ്റ് കളി പോയത്. സോ ആ 20 മിനിറ്റിനിടയിൽ 12ാം മിനിറ്റിൽ വിക്ടർ വഴിയിട്ട് നമ്മളൊരു ഗോൾ കണ്ടെത്തുന്നു. എന്നാൽ ആ 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് 2 കൂടി അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഫ്രാഞ്ചുവിന് ഒരു ഫ്രീ പോസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഫ്രാഞ്ചു പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ല. പോസ്റ്റ് ഫ്രീ ആണെന്നുള്ള കാര്യം ഫ്രാഞ്ചു കാണുന്നില്ല. ഗോൾ കീപ്പർ പോസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ അത് നമ്മളെല്ലാവരും ഫ്രാഞ്ചു ഷൂട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. പക്ഷെ ഫ്രാഞ്ചു അത് കാണാതെ ഫ്രാഞ്ചു പെട്ടെന്ന് പാസിംഗിലേക്ക് പോവുകയാണ് ചെയ്തത്. സോ പക്ഷെ എന്നാലും 20 മിനിറ്റ് വരെ വൃത്തിയായി കളിച്ച ബ്ലാസ്റ്റേഴ്സ് പിന്നെ കളി ടോട്ടൽ ഒഡീഷയുടെ കയ്യിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഒഡീഷ ഭയങ്കരമായിട്ട് കളിക്കുന്നു, ഭയങ്കര അറ്റാക്കിങ് നടത്തുന്നു. ഒഡീഷ ഒരു ഗോൾ കണ്ടെത്തുന്നു. ഹാഫ് ടൈമിന് ശേഷം വന്നിട്ടും ഒഡീഷ തന്നെയാണ് കളിച്ചത്. അങ്ങനെ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് കളിയിലേക്ക് തിരിച്ചു വരുന്നത് അവസാന ഒരു 10 മിനിറ്റിലാണ് തിരിച്ചു വരുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്പോഴത്തേക്കൊക്കെ നമ്മൾ ഉറപ്പിച്ചു എങ്ങനെങ്കിലും ടൈ പിടിച്ചാൽ മതി, ഇനി ഒരെണ്ണം മേടിക്കാതെ നോക്കുക, ഇനിയിപ്പോ ഒരു ഗോള് അടിക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഗാലറി ഫുള്ള് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ഇഞ്ചുറി ടൈമിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. വ്യത്യാസം വരുന്നു. അതൊരു 1.5 വരവായി പോയി. വരുന്നു, നേരെ വന്ന് ഒരെണ്ണം ഇടിച്ചകത്തിടുന്നു. സോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഇന്നലെ കളി കാണാൻ വന്ന കാണികൾക്കും ആഘോഷിക്കാനുള്ള ഒരു മുതല് വ്യത്യാസം അവിടെ ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. ശരിക്കും ഇന്നലത്തെ ഗാലറി എന്ന് പറയുമ്പോൾ കൂടുതലും നമുക്കറിയാം മഞ്ഞപ്പട പ്രൊട്ടസ്റ്റിലാണ്. സോ മഞ്ഞപ്പടയുടെ വേറെ അറ്റ്മോസ്ഫിയർ ക്രിയേഷൻസോ ചാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ മഞ്ഞപ്പട അധികൃതർ തന്നെ അധികം ആരും വരാറില്ല, കുറച്ച് ആളുകൾ മാത്രമാണുള്ളത്. അപ്പോ ഇന്നലെ ഉണ്ടായിരുന്നത് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഒരുപാട് ഞാൻ ഇന്നലെ സ്റ്റേഡിയത്തിന് വെളിയിൽ നിന്നിട്ട് ഞാനിങ്ങനെ കുറെ നേരം ഇങ്ങനെ ഒബ്സർവ് ചെയ്തു. സാധാരണ ഞാൻ 5 മണിയാകുമ്പോൾ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇന്നലെ കയറിയത് 7:15 ആയപ്പോഴാണ് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറുന്നത്. സോ അത്രയും നേരം ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നിന്നൊന്നുമല്ല, എന്റെ കൂടെ വന്ന ഒരു ഫ്രണ്ടിനെ നോക്കി നിന്നാണ്. അവൻ പോസ്റ്റ് തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മൊത്തത്തിലൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഞാൻ ഇതുവരെ അങ്ങനെ അത്രയും സമയം പുറത്ത് ഇതുവരെ ഗേറ്റിൽ നിന്നിട്ടില്ല. അപ്പോൾ ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോക്സ് ഓഫീസിന്റെ തൊട്ട് മുമ്പിലുള്ള ഗേറ്റ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഞാൻ ആ ഗേറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു കുറെ ഫാമിലീസ് വരുന്നുണ്ട്. ചെറിയ പിള്ളേര്, ലേഡീസ്, അങ്ങനെ ഫാമിലീസ് ഒരുപാട് വരുന്നുണ്ടായിരുന്നു ഇന്നലെ. പിന്നെ അതേപോലെ തന്നെ കുറെ ഗ്യാങ് ആയിട്ട് പിള്ളേരൊക്കെ വന്നിട്ട് ഇന്ന് സ്റ്റേഡിയത്തിൽ കളി ഉണ്ടല്ലേ, നമ്മളെ ടിക്കറ്റ് എടുത്താലോ, ടിക്കറ്റ് ഇവിടെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു ടിക്കറ്റ് ഒക്കെ എടുത്ത് അവർ കളി കാണാൻ കയറുന്നു. എൻ്റെ അടുത്ത് കുറെ പേരൊക്കെ വന്നിട്ട് ചോദിച്ചു ഏത് ഗ്യാലറിയിലാണ് ടിക്കറ്റ് എടുക്കണ്ടേ, ഇവിടെ ഇരുന്നാലും അടിപൊളി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ചേട്ടാ ഈ ഫ്രീ ടിക്കറ്റ് എവിടെയാണ് കിട്ടുന്നത്. സോ അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ചില ആളുകൾ ഈ ഇന്നലത്തെ മത്സരം മാത്രമല്ല ഇതിന് മുമ്പുണ്ടായിരുന്ന മത്സരങ്ങളിലും എൻ്റെ അടുത്ത് വന്നിട്ട് ടിക്കറ്റ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ടിക്കറ്റോ, ടിക്കറ്റ് വേണം 200 രൂപ ടിക്കറ്റ്. ഏത് ഗാലറിയാ? വെസ്റ്റ് ഗാലറി ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയും ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇതൊന്നും എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എന്റെ ശ്രദ്ധയിൽ പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്നലെ വന്ന ഫാമിലീസ് അല്ലെങ്കിൽ കൂടുതലും ആദ്യമായി കളി കാണാൻ വന്നവരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നമ്മൾ ഇന്നലെ സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് ഒരുപാട് ആളുകളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവരും ഒക്കെ ഭയങ്കര ആഘോഷമാണ്. അവര് ആരവങ്ങൾ മുഴക്കുന്നു, അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ആഘോഷിക്കുന്നു. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു ട്രീറ്റ്മെന്റ് സോ അവരുടെ ലൈഫിലെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിന്നെ സ്റ്റേഡിയത്തിൽ ഇന്നലെ നമ്മളെല്ലാം പ്രിയങ്കരനായ CK വിനീത് ഉണ്ടായിരുന്നു. ആളുടെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്തു. പിന്നെ പുള്ളിയുടെ വക കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ പുള്ളി ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അതേ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കണം, അതേ പറ്റിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നലത്തെ മത്സരത്തെ പറ്റിയിട്ട് പിന്നീട് പറയാനാണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കെവിൻ യോക്കിന്റെ കേസ് ഇന്നലെ വെസ്റ്റ്വുഡ് ഇല്ലാത്തത് ഒരു പ്രശ്നമായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. കെവിൻ യോക്ക് ബാക്കിലേക്ക് പോയ പോലെ പിന്നെയും തോന്നി. കെവിൻ യോക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് വന്നിരുന്ന കെവിൻ യോക്ക് വീണ്ടും പഴയ ആ ഒരു ഇടേണ്ട സ്ഥലത്ത് പാസ് ഇടാതെ
അല്ലെങ്കിൽ കൂടുതൽ ഡ്രിബിൾ ചെയ്ത് നിൽക്കുന്ന ഒരു കെവിൻ യോക്കായിട്ട് കഴിഞ്ഞ കളിയിൽ എനിക്ക് തോന്നി. പക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, കെവിൻ യോക്ക് അതിലപ്പുറം ആഗ്രഹിക്കുന്നുണ്ട്, ആളുടെ കാലിൽ നിന്നൊരു ഗോള് ഇതുവരെ പിറന്നിട്ടില്ല. സോ അത് ആള് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ നടന്നിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അത് അലൗ ചെയ്തില്ല. സൈഡ് റഫറി അത് ഓഫ് സൈഡ് വിളിച്ചില്ല. പക്ഷെ കളി കാണുന്ന എല്ലാവർക്കും അറിയാം അത് ഓഫ് സൈഡ് ആണ് എന്നുള്ള കാര്യം അറിയാം. കാരണം അച്ഛൽ അതിന് വേണ്ടിയിട്ട് ആ ബോളിന് വേണ്ടിയിട്ട് മൂവ് ചെയ്തിരുന്നു. ആ ബോളിന് വേണ്ടിയിട്ട് ആള് ആ ബോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓടിയിരുന്നു. സോ അതുകൊണ്ടാണ് അത് ഓഫ് സൈഡ് വിളിച്ചത്. അതല്ല അച്ഛൽ അനങ്ങാതെ ബോളിന് വേണ്ടിയിട്ട് ബോളിന്റെ കൂടെ ഒരു രീതിയിലുമുള്ള മൂവ്മെന്റ് കൊടുക്കാതെ നിന്നിരുന്നെങ്കിൽ സോ അത് ഗോളായിരുന്നു. ഉറപ്പായിട്ടും യോക്കിന്റെ പേരിൽ ഇന്നലെ ഒരു ഗോള് കുറിക്കപ്പെടേണ്ടതായിരുന്നു. അപ്പോ അത് പിന്നെ ഡാനിഷ് ഫറൂഖ് ഇന്നലെ ഉണ്ടായിരുന്നില്ല, പിന്നെ നമ്മുടെ കരീം ഇന്നലെ ഉണ്ടായിരുന്നില്ല. സോ കരീം ഇന്നലെ ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം ഫ്രാഞ്ചുവിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഫ്രാഞ്ചു ഇന്നലെ ഒറ്റപ്പെട്ട, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വിപിൻ ഇന്നലെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ നമ്മൾ ജംഷഡ്പൂരായിട്ടുള്ള മത്സരത്തിന് കണ്ടതാണ്, കരീം കയറിയപ്പോൾ പകരം വന്നത് വിപിനാണ്. പക്ഷെ വിപിൻ ആ ഒരു കരീമിന്റെ വിടവ് അറിയിച്ചില്ല. വിപിൻ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു പെർഫോമൻസ് ഇന്നലത്തെ കളിയിൽ വിപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പൊ എന്തായാലും മത്സരം നമ്മൾ വിജയിച്ചു. മെത്യാസ് അവസാനം വന്ന് നമ്മളെ രക്ഷിച്ചു എന്ന് തന്നെ പറയണം. പിന്നെ ഫോളോ പറയാതിരിക്കാൻ പറ്റില്ല, ഇനി ഒരു വീഡിയോയിലും പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് പല ആളുകളെയും നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ട്. സോ നെക്സ്റ്റ് സീസണിൽ എനിക്കിവിടെ പ്ലേയേഴ്സ് സ്റ്റേ ചെയ്യണം എന്നുള്ള പ്ലേയേഴ്സാണ്. ഒന്ന് കരീം, അതേപോലെ ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യമാണ് കേട്ടോ. കരീം, അതേപോലെ ഫ്രാഞ്ചു, ഫോളോ, ഈ 3 പേരെ നമ്മളിവിടെ സ്റ്റേ ചെയ്യിച്ചുകൊണ്ട് എഡ്രിയാൻ ലൂണനെ കൂടെ തിരിച്ചു വിളിക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് ആരെങ്കിലും കൂടി കൊണ്ടുവരിക. ഡൈസിനെയൊക്കെ വീണ്ടും കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതേപോലെ നോവയോ അല്ലെങ്കിൽ മറ്റേ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടായിരുന്ന അജാര, അതേപോലെയുള്ള പ്ലേയേഴ്സിനെ കൂടി നമുക്ക് നെക്സ്റ്റ് സീസണിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ. സോ ഇപ്പോൾ ഉള്ള ഈ 3 പ്ലേയേഴ്സ് അടിപൊളിയാണ് കേട്ടോ, ഓക്കെയാണ്. അവരെ നമുക്ക് വിട്ട് കളയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അവരോടൊപ്പം ലൂണയും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടീം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു നെക്സ്റ്റ് സീസണിൽ നമുക്ക് നല്ലൊരു സീസണാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇന്നത്തെ മത്സരങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.